പാകിസ്ഥാനെതിരെയുള്ള സൈനിക നീക്കത്തിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചോ? ബ്രഹ്മോസ് ഉപയോഗിച്ചുവെന്ന പാക് വാദത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. ബ്രഹ്മോസ് പ്രയോഗിച്ചോ എന്നത് കണ്ടെത്താനാകില്ലെന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ്. ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്ന ഈ മിസൈൽ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായി വന്നു. അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ബഹവൽപൂരിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നു. തുടർച്ചയായി തൊടുത്തുവിട്ട 4 മിസൈലുകൾ മൗലാന മസൂർ അസദിന്റെ താവളം ചാമ്പലാക്കി. പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് ആരോപിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. സുഖോയ് വിമാനങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുണ്ട്. സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യ സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ സുഖോയ് വിമാനങ്ങളിൽ നിന്നും ചീറിപ്പാഞ്ഞത് ബ്രഹ്മോസ് തന്നെയാണോ? പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ആ സാധ്യത തള്ളിക്കളയുന്നില്ല. If we launch the BrahMos towards the enemy airbase, we can create a lot of damage, and this damage will disallow the adversary to use their systems. So that's what is the objective. ഇന്ത്യ ഇതുവരെ ബ്രഹ്മോസ് ഒരു സൈനിക ദൗത്യത്തിലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആദ്യ ഉപയോഗം സിന്ദൂർ ദൗത്യത്തിലായിരുന്നു. അസാധാരണ പ്രഹരശേഷിയുള്ള മിസൈലാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ഈ ക്രൂയിസ് മിസൈലിന് 300 കിലോമീറ്ററാണ് ശേഷി. നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ തകർക്കാനാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ വനിതാ വ്യോമസേന പൈലറ്റിനെ പാകിസ്ഥാൻ പിടികൂടിയോ? കഴിഞ്ഞ ദിവസങ്ങളിലെ പാകിസ്ഥാൻ മാധ്യമങ്ങളിലും പാക് അനുകൂല സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തയാണിത്. എന്നാൽ പാകിസ്ഥാന്റെ നുണപ്രചരണം പൊളിച്ച് ഇന്ത്യ രംഗത്തെത്തി. ഇതാണ് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ വ്യാപകമായി പ്രചരിപ്പിച്ച വീഡിയോ. ഇന്ത്യയുടെ വനിതാ വ്യോമസേന പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗ് തങ്ങളുടെ പിടിയിലായെന്ന അവകാശവാദവുമായാണ് പാകിസ്ഥാൻ നുണപ്രചാരണം നടത്തിയത്. സോഷ്യൽ മീഡിയയ്ക്ക് പുറമെ മാധ്യമങ്ങളിലടക്കം വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. പാക് അധിനിവേശ കശ്മീരിന് മുകളിലൂടെ പറന്ന വിമാനം വെടിവെച്ചിട്ടെന്നും അതിലുണ്ടായിരുന്ന വനിതാ പൈലറ്റിനെ പിടികൂടിയെന്നുമായിരുന്നു പ്രചാരണം. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദമുണ്ടായിരുന്നു. എന്നാൽ വാർത്ത നിഷേധിച്ച് ഇന്ത്യ രംഗത്തെത്തിയതോടെയാണ് പാകിസ്ഥാന്റെ നുണപ്രചാരണം പൊളിഞ്ഞത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റാണ് വാർത്ത തള്ളിയത്. പ്രചരിക്കുന്നത് പഴയ വീഡിയോകളാണെന്നും PIB വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ മുൻപും പാകിസ്ഥാൻ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യ കൈയോടെ പൊളിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.